നമ്മളുടെ അടിപൊളി ചിക്കൻ കറിയാണ്. ഇത് നിജു ഉണ്ടാക്കി അയച്ചെന്ന ക്രീമി ചിക്കൻ. താങ്ക് യു നിജു. നിങ്ങൾ ഇതുപോലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓളിനെല്ലാം കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഒരു 5-6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ പെരട്ടൊക്കെ പോലത്തെ ഒരു കറി. നമ്മൾ അതിനായിട്ട് കുറച്ച് വേപ്പില ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. പണ്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി മാത്രം ഇട്ട്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പുതിനയില, മല്ലിയില, തക്കാളി ഇതൊന്നും ഇടൂലായിരുന്നു. ഈ വേപ്പില നന്നായി വാടി വരട്ടെ. ഇപ്പം അത് നന്നായി വാടി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 10-20 ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പണ്ട് നമ്മൾ അമ്മിക്കല്ലൊക്കെ വെച്ച് ചതക്കില്ലായിരുന്നോ, അതുപോലെ. ഇപ്പോൾ ഇടിയങ്കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലിട്ട് ചതച്ചാൽ മതി. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഇനി ഈ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. ഈ ഉള്ളിയാണ് ചിക്കന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ് ഈ ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ, അതായത് ചെറിയ 2 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ മുളക് പൊടിയും കിടന്നൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. 500 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് ചെറിയ പീസസ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മുറിക്കാൻ ഇത്തിരി പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലാ ചിക്കൻ പീസിലും പിടിക്കാൻ തക്കവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും മതിയാവും. അതൊന്ന് നന്നായിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റാണല്ലോ. കാരണം ഇനി ആർക്കും വയറുവേദനയോ ദഹിക്കാത്ത പ്രോബ്ലം ഒന്നും വരണ്ട. ഇപ്പോൾ ഈ പാത്രം തുറന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്താൽ മതി. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൈര് ഉള്ളതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. ചില ആൾക്കാർക്ക് തൈര് ഇടണത് ഇഷ്ടമുണ്ടാവില്ല ചിക്കനിൽ. അപ്പോൾ മറ്റ് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇത് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.